ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മോ സ്മാർട്ട് ഡിസൈൻസ്. നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടൺ മെറ്റീരിയലിൽ 4 സെറ്റ്, അതായത് 4 കളറിൽ വരുന്ന 32 പീസ് മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ 32 പീസും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തുടക്കത്തിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സെറ്റ് തന്നെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബ്ലൂ കളറിൽ വരുന്ന ഒരു ഷെയ്ഡ്, അതായത് ഒരു സെറ്റിൽ 8 എണ്ണമാണ് വരുന്നത്. അപ്പോൾ 8 പീസ് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന മെറ്റീരിയൽസാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. അതിലിപ്പോൾ കാണിച്ച വയലറ്റിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ കഴുത്തിൻ്റെ പണികളും അതുപോലെ ബാക്കി പണികളൊക്കെ കഴിച്ചു. നമ്മൾ ഓരോ ടൈം എടുത്തിട്ടാണ് കേട്ടോ ഓരോ സെറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയുക, നമുക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു സ്റ്റിച്ചിങ് വീഡിയോയും, അതായത് വർക്കുള്ള ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്നത് പോലെ തന്നെ ഈ 32 പീസും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത്, ഇല്ലെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് ഞാനൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 2 ദിവസം സമയം എടുത്തിട്ടാണ് നമ്മൾ 32 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ നെക്ക് പോർഷൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ, അതായത് ഒരു നെക്കിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നെക്കിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ളൊരു സ്ക്വയർ പീസ് ഉണ്ടാവും. ആ സ്ക്വയർ പീസിനെ കറക്റ്റ് നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ടോപ്പിൻ്റെ നല്ല വശം ഇതുപോലെ ഫേസ് ടു ഫേസ് വെച്ച് കൊടുക്കണം കേട്ടോ. വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 2 സൈഡും 1 ഇഞ്ചോ 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് സാധാരണ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പോലെ 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ നെക്കിൻ്റെ ഉള്ളിലുള്ള ബാലൻസ് പീസ് കൂടി കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഇതിനു മുൻപ് സെയിം ഇതുപോലുള്ള കോട്ടൺ മെറ്റീരിയലിൽ ഇതുപോലത്തെ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതേ ക്യാൻവാസ് വെച്ചിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയിട്ട് മനസ്സിലാവാത്തതിന് നമ്മുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അത്യാവശ്യം സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നവർക്ക് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ഉള്ളത്തെ ആ പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബാലൻസ് ആ നെക്കിൻ്റെ ആ പീസ് ഉണ്ടല്ലോ, അതൊന്ന് നല്ല രീതിക്ക് തന്നെ ടോപ്പിൻ്റെ ഉൾവശത്തേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നല്ല രീതിക്ക് തന്നെ അത് ഫുള്ളും ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് പതിച്ചുകൂടി ഈ ടോപ്പിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് പതിച്ച് നെക്കിൻ്റെ അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും താഴ്ത്തിയിട്ട് 1 ഇഞ്ച് താഴ്ത്തിയിട്ട് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നെക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഉണ്ടാവുക. നല്ല വൃത്തിയായിട്ട് തന്നെ നെക്കൊന്നും മലർന്നു പോകാതെ നമുക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ടോപ്പോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുകൾ വശത്ത് മാത്രം ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി. ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഷോപ്പിൽ കൊടുക്കുന്നത് കൊണ്ട് അവരെങ്ങനെയാണോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ആ രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 32 പീസും നമുക്ക് അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ആ നെക്കിൻ്റെ ഉള്ളിലുള്ള ബാലൻസ് പീസ് കൂടി സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. പിന്നെ ഞാനിതാ ഇവിടെ സ്ലീവ്സ് കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ താഴ്വശം നമ്മൾ നോർമലായിട്ട് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഉള്ളിലേക്ക് മടക്കുന്നത് പോലെയല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് മൊത്തത്തിൽ ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ മുഴുവനായിട്ട് ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് താഴ്വശത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാതും കംപ്ലീറ്റ് ചെയ്ത ശേഷം ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടോപ്പാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കാത്തത് കേട്ടോ. കാരണം ബാക്കി എല്ലാ പോർഷൻസും നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോസിൽ റിപ്പീറ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടാൽ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ബാക്കി കാര്യങ്ങളെന്ന് പറയുന്നത് സൈഡ് കൂട്ടി കൊടുക്കുക, അതിനുശേഷം നമുക്ക് ഓപ്പൺ 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക, എന്നിട്ട് താഴ്വശവും കൂടി മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മൾ ആ മുമ്പ് കാണിച്ച വയലറ്റിൻ്റെ എല്ലാ പീസുകളും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പീസുകളും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എത്ര സെക്ഷനായിട്ട് ഇല്ലെങ്കിൽ ഏതൊക്കെ ടൈമിലാണ് നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് എന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഒരു ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ആ നെക്കിൻ്റെ പോർഷൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് ഇതുപോലുള്ള നെക്കുകളോ ഇല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നറിയാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊന്ന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടിയത് 2 ദിവസം മുമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞതിലും വെച്ചിട്ട് കൂടുതൽ, അതായത് നേരത്തെ തന്നെ നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കഴുത്തിലോ അല്ലെങ്കിൽ കയ്യിലോ ടോപ്പിൻ്റെ താഴെ എവിടെയും പീസുകളൊന്നും അറ്റാച്ച് ചെയ്യാനില്ലാത്തത് കൊണ്ട് കഴുത്തിൻ്റെ പണി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം സിമ്പിൾ വർക്കാണ്. അപ്പോൾ ഞാൻ ഇത് അവർ പറഞ്ഞ സമയത്ത് നിന്നും പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നേരത്തെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അവരെ ഏൽപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ പറയുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ, അതായത് ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പറയണില്ല, നമുക്ക് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇപ്പോൾ രാത്രി സമയങ്ങളൊക്കെ മഴയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് അവരെ എത്തിക്കാൻ വേണ്ടി പറ്റാതിരുന്നത്. അതായത് ഇക്ക ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇക്കയും ഞാനും കൂടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ കൊടുക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല മഴയുള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സാണല്ലോ, അപ്പോൾ തുണി ആയതുകൊണ്ട് തന്നെ നനഞ്ഞ് പിന്നെ ആകെ നമുക്ക് സീനാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴയൊക്കെ നിന്നിട്ട് പിറ്റേ ദിവസം കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് രാവിലെയാണ് സത്യത്തിൽ ഈ ഒരു ടോപ്പ് അവരെ ഏൽപ്പിച്ചത് കേട്ടോ. അതായത് ഇന്നിപ്പോൾ വ്യാഴാഴ്ചയല്ലേ, വ്യാഴാഴ്ച രാവിലെയാണ് കേട്ടോ ഞാൻ ഏൽപ്പിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ 32 പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.